പണ്ടൊരിക്കൽ സ്കോട്ട്ലാൻഡിലെ ഉയരം കൂടിയ കുന്നുകളിലും ആയവനങ്ങളിലും രഹസ്യമായ താഴ്വരകളിലുമെല്ലാം ഒരു പ്രത്യേക തരം ജീവി ജീവിച്ചിരുന്നു, ഗില്ലിദു. ഗില്ലിദു എന്നതിന്റെ അർത്ഥം ഇരുണ്ട ചെറുപ്പക്കാരൻ എന്നാണ്. അവരെ കാണാൻ ചെറിയ മനുഷ്യരെ പോലെയായിരുന്നു, പക്ഷെ അവരുടെ ശരീരം മുഴുവൻ പായലും ഇലകളും കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ഗില്ലിദു സാധാരണയായി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വനദേവതയായിരുന്നു. അവർ മനുഷ്യരെ ഉപദ്രവിച്ചിരുന്നില്ല, പകരം വനത്തെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ അവർ എപ്പോഴും ശ്രദ്ധിച്ചു. അവർക്ക് വനത്തിലെ എല്ലാ ചെടികളെയും മരങ്ങളെയും കുറിച്ച് അറിയാമായിരുന്നു, അതുപോലെ എല്ലാ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഭാഷ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഗില്ലിദുവിനെ കുറിച്ച് പല കഥകളും സ്കോട്ട്ലാൻഡിൽ പ്രചാരത്തിലുണ്ട്. അവരിൽ ചില കഥകളിൽ അവരെ വളരെ നല്ലവരും ദയയുള്ളവരുമായി ചിത്രീകരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും കുട്ടികളോട് അവർക്ക് വലിയ സ്നേഹമായിരുന്നു. വനത്തിൽ വഴിതെറ്റിപ്പോയ കുട്ടികളെ അവർ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒരു ദിവസം എവാൻ എന്നൊരു കൊച്ചു പയ്യൻ തന്റെ വീട്ടുകാരുമായി വനത്തിൽ പോയപ്പോൾ വഴിതെറ്റിപ്പോയി. അവൻ ഒരുപാട് നേരം കരഞ്ഞു. അവനെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് അവൻ വിഷമിച്ചു. പെട്ടെന്നാണ് അവന്റെ മുന്നിൽ പച്ചിലകളും പായലും കൊണ്ട് മൂടിയ ഒരു ചെറിയ രൂപം പ്രത്യക്ഷപ്പെട്ടത്. അത് ഗില്ലിദു ആയിരുന്നു. ഗില്ലിദു എവാന്റെ അടുത്തേക്ക് വന്ന് അവനോട് പേടിക്കേണ്ട എന്ന് ആംഗ്യം കാണിച്ചു. അവന്റെ കണ്ണുകളിൽ ദയയും വാത്സല്യവും നിറഞ്ഞിരുന്നു. ഗില്ലിദു എവാന്റെ കൈപ്പി വനത്തിലൂടെ നടന്നു. വഴിയിൽ അവന് മനോഹരമായ പൂക്കളും പാടുന്ന പക്ഷികളെയും കാണിച്ചു കൊടുത്തു. കുറച്ചു സമയത്തിന് ശേഷം അവർ എവാന്റെ വീടിനടുത്തെത്തി. ഗില്ലിദു എവാന്റെ വീട്ടിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് അവൻ വനത്തിലേക്ക് തിരിഞ്ഞു നടന്നുപോയി. എവാൻ തന്റെ വീട്ടിലെത്തി മാതാപിതാക്കളോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർക്ക് ഗില്ലിദുവിനോട് വലിയ നന്ദി തോന്നി. ഈ കഥയിലൂടെ ഗില്ലിദു എത്ര നല്ലവനും സഹായിക്കുന്നവനുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വനത്തിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടികളെ സഹായിക്കാൻ അവർ എപ്പോഴും തയ്യാറായിരുന്നു. അവർ പ്രകൃതിയുടെ നല്ലൊരു കാവൽക്കാരനായിരുന്നു. എന്നാൽ എല്ലാ ഗില്ലിദു കഥകളും സന്തോഷം നിറഞ്ഞതായിരുന്നില്ല. ചില കഥകളിൽ മുതിർന്ന ആളുകൾ അവരുടെ ആ വായിൽ അനുവാദമില്ലാതെ പ്രവേശിച്ചാൽ ഗില്ലിദു അവരെ ദേഷ്യത്തോടെ നോക്കുകയും ചിലപ്പോൾ അവരെ വഴിതെറ്റിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. വനത്തിന്റെ സ്വകാര്യതയെയും അതിന്റെ നിയമങ്ങളെയും അവർ അത്രയധികം ബഹുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ വനത്തിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധയോടെയും ബഹുമാനത്തോടെയും പെരുമാറാൻ ശ്രമിച്ചു. വനത്തിലെ മരങ്ങളെ മുറിക്കുകയോ മൃഗങ്ങളെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. ഗില്ലിദുവിനെ അവർ പ്രകൃതിയുടെ സംരക്ഷകനായി കണ്ടു. കുട്ടികളെ, ഗില്ലിദുവിന്റെ ഈ കഥ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. വനങ്ങളും മലകളും പുഴകളും നമ്മുടെയെല്ലാം വീടുകളാണ്. അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കണം. വഴിതെറ്റിപ്പോയവരെ സഹായിക്കുന്നതും ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതും വളരെ നല്ല കാര്യങ്ങളാണ്. ഗില്ലിദുവിനെ പോലെ ദയയും സ്നേഹവും നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഓർക്കുക, ഗില്ലിദു ഒരു പുരാണ കഥാപാത്രമാണെങ്കിലും അദ്ദേഹം നമുക്ക് പ്രകൃതിയോടുള്ള സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഓരോരുത്തരും നല്ലവരായി ജീവിക്കുമ്പോൾ ലോകം കൂടുതൽ മനോഹരമായ ഒരു സ്ഥലമായി മാറും. ഇനിയും ഇതുപോലെയുള്ള രസകരമായ പുരാണ കഥകളുമായി ഞാൻ വരും. അതുവരെ നിങ്ങൾ ഈ കഥയെക്കുറിച്ച് കൂട്ടുകാരുമായി സംസാരിക്കുക. ഗില്ലിദുവിനെ നിങ്ങളുടെ ഭാവനയിൽ പച്ചിലകളും പായലും കൊണ്ട് മൂടിയ ഒരു നല്ലവനായി സങ്കല്പിക്കുക. പ്രകൃതിയുടെ അത്ഭുത ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു.